എൻ്റെ പേര് എലിസബത്ത് സക്കറിയ. വയസ്സ് 27, വെയ്റ്റ് 90, ഹൈറ്റ് 155. അച്ഛൻ സക്കറിയ തോമസ്, ഓക്യുപ്പേഷൻ ബിസിനസ്, അമ്മു സ്റ്റോർ. അമ്മ ജെസി സക്കറിയ, സെന്റ് മേരീസ് LP സ്കൂൾ ടീച്ചർ. സ്ഥലം ബത്ലഹീം ഹൗസ്, ബേപ്പൂർ PO, കോഴിക്കോട്. എടുത്ത് കഴിക്കേ, പെണ്ണിനെ വിളിച്ചില്ല. എപ്പോ വരും? നീരുള്ള സമയവും കളഞ്ഞ് അതെ. ആ ഇതിനെ പറഞ്ഞോ. ഇല്ല, ഫ്രീ ആണ്. വെറുതെ TV കണ്ടോണ്ടിരിക്കുന്നത്. വീട്ടിലെ ആനയൊക്കെ പിടിച്ചില്ലേ, അതും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നു. കല്യാണോ? അതൊക്കെ നല്ലൊരെണ്ണം ഒത്ത് വരണ്ടേ. അതെ, അച്ഛനോടെ പറയാം വിളിച്ച്. ഡാ പിന്നെ ഹലോ, ഈ ഫോട്ടോഷോപ്പൊക്കെ നിരോധിക്കാൻ പറ്റുമോടാ? എനിക്കെന്തായാലും ഒരുപാട് സംസാരിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അയാൾക്ക് എന്നെ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അമ്മോ, അവർ വിളിച്ചിരുന്നു. എനിക്കറിയാമായിരുന്നു അച്ഛാ, ഇതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ലല്ലോ. എടോ താനത് വിട്. ഇതിപ്പോ ആദ്യത്തെ ആലോചന ഒന്നല്ലല്ലോ. അവന് യോഗമില്ല, അത്രേ ഉള്ളൂ. എല്ലാവരും ഇവനെ പോലെ ജഡ്ജ്മെന്റൽ ആകാതിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ അനുഭവം അല്ലല്ലോ എന്നവൻ പറയാനൊരു കാരണമുണ്ട്. ഇത് ലിജോ, ഇവനായിരുന്നു എൻ്റെ ലോകം. അവനാകെ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു. എനിക്ക് അവനൊരു പാവായിരുന്നു. നീ കൊടുക്കുമല്ലോ അല്ലേ? ആ, നമ്മുടെ ജാതന്റെ കാര്യം പറഞ്ഞു. അവന്റെ കേസ് കോമഡി തന്നെ. അവനിപ്പോ എവിടെയാണ്? ഒരു രക്ഷയില്ലടേ. എവിടെ? ഓ അത് ശരി. എടാ, ഇതാണോ നീ പറഞ്ഞ എലി? ഇത് എലിയല്ല, ആനക്കുട്ടിയല്ലേ? അതിനെന്താ? എന്താടാ എന്റെ കൊച്ചിനൊരു കുഴപ്പം? ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്, പക്ഷെ അവളുടെ നല്ല മനസ്സാടാ. നല്ല മനസ്സെങ്കിലും ഉണ്ടായാ മതി. അല്ലടി, ആദ്യമൊക്കെ അവൻ പറയുന്നെല്ലാം സ്നേഹം കൊണ്ടെന്നാ വിചാരിച്ച. പക്ഷേ 2 ബ്ലാക്ക് ഫോറസ്റ്റ്. അല്ല വേണ്ട വേണ്ട, ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ ഇവക്കൊരു വെജ് സലാഡും, അത് മതി. എടാ കറുത്തിട്ടാണെങ്കിലും ഇവിടെ ആള് സ്മാർട്ട് അല്ലടാ. എന്തോന്ന് വേണം, ഉരുണ്ടൊരുണ്ട് ഇവളാദ്യം എത്തും, പിന്നെ ഞാൻ ഓടിച്ചിട്ട് പിടിക്കണം. എൻ്റെ എലി
എൻ്റെ എലി, നീ ഇതൊക്കെ ഒരു തമാശയായിട്ടെടുക്ക്. ഈ അരിച്ചാക്ക എൻ്റെ അല്ലേ? എലി ദാ കഴിക്കേ കഴിക്കേ. എടോ എല്ലാം ശരിയാവും. ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഞാൻ എന്താണോ എന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരാൾ ഇവനാണ്. നെബിൻ ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ ഫ്രണ്ട് അല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ലിജോ എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവന് ജീവനായിരുന്നു. എൻ്റെ ലൈഫിലെ ഹാർട്ട് ബ്രേക്കിംഗ് മൊമെൻ്റ് അതായിരുന്നു. അവനെ ഇനി ഞാൻ കാണണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണം. അവന് ജോലി കിട്ടി മറ്റൊരിടത്തേക്ക് പോവുകയാണ്. ഒരു വർഷത്തിന് 10 വർഷത്തിന് ദൈർഘ്യം ഉണ്ടായിരുന്നു. ഉള്ളിൽ നിറയെ സ്വപ്നങ്ങളും അതിൻ്റെ ചില പകർപ്പ് എൻ്റെ കയ്യിലുമായി അവൻ വരുന്ന ദിവസം ഞാൻ അവനെയും കാത്തുനിന്നു. നിന്നെ വല്ലാണ്ട് മിസ് ചെയ്ത്. ആ, നമുക്ക് ബ്ലാക്ക് ടീ. എന്താടി നിനക്ക് നല്ല മാറ്റമുണ്ട്. നിനക്ക് പക്ഷെ ഒരു മാറ്റമില്ല. നിനക്ക് ഈ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ടേ ഇച്ചിരി വൃത്തിക്കൊക്കെ നടന്നൂടെ? അറ്റ്ലീസ്റ്റ് ഈ ബോഡി എങ്കിലും വർക്കൗട്ട് ചെയ്തൊന്ന് സെറ്റായിക്കൂടെ? കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ. ബ്ലാക്ക് ടീ തന്നെ പറയാം അല്ലേ? യഥാർത്ഥ ഹാർട്ട് ബ്രേക്ക് എന്താണെന്ന് അന്ന് ഞാൻ അറിഞ്ഞു. അവൻ ഞാൻ ഒട്ടും മാച്ചല്ലാന്ന് എനിക്ക് അന്ന് മനസ്സിലായി. കൊള്ളാം.
എലി ദേ ഈ കുട്ടി നോക്കിയേ, മീനാക്ഷി. കൊള്ളാം അല്ലേ? നൈസ് ആറ്റിറ്റ്യൂഡ്. ഈ ഫോട്ടോസൊക്കെ അന്ന് കൊച്ചിയിലെടുത്താ നൈസ് അല്ലേ? ഇത് നീ എടുത്ത ഫോട്ടോ ആണോ? ഇത് ധീരജ് നായർ എടുത്തത്. പുള്ളി വലിയ ഫോട്ടോഗ്രാഫറാ. അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു മോഡലിനെ തപ്പിയെടുക്കണം. 1-2 പേർക്ക് മെസ്സേജ് ഉണ്ട്, കിട്ടുമായിരിക്കും. നിനക്ക് എന്നെ വെച്ച് ഫോട്ടോ എടുക്കാവോ? അല്ല, മുമ്പ് ഈ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് വലിയ ജാടയായിരുന്നല്ല. നിനക്ക് എന്നെ വെച്ച് ഫോട്ടോ എടുക്കാവോ? ഫോട്ടോ എടുക്കണോണ്ടെന്താ പ്രശ്നം? ആ, ഞാൻ റെഡി. എനിക്ക് ഇങ്ങനെ വേണം ഫോട്ടോ എടുക്കാൻ. പോ. റെഡി അല്ല? പോസി എനിക്കറിയില്ല, പറഞ്ഞതാ. നീ ഹിപ്പിൽ വെച്ചേ. ആ, ഇനി നീ ക്രോസിലേക്ക് പോസ്റ്ററിൽ ഇങ്ങനെ. ആ, കുറച്ച് മുന്നോട്ട് വയ്ക്കേ. കുറച്ച്. ആ, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഹെഡപ്പ്. ആ, ലുക്ക് അങ്ങോട്ട്. ആ, ഒന്ന് തിരി. കുറച്ചുകൂടെ. ആ, അങ്ങനെ. ഓക്കെ. എലിസബത്ത് അങ്ങനെയല്ല. ഹിപ്പിൽ വെച്ചേ. എങ്ങനെ? ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. കാല് ക്രോസിലേക്ക്. അങ്ങനെ തന്നെ നിന്നാ. ഓക്കെ. ആറ്റിറ്റ്യൂഡ് അടിപൊളി. കീടോ. ഹലോ ഹലോ. എടാ, ഞാൻ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യണോ? എന്റെ പൊന്ന് എലിസബത്ത്, നീ ഇതുവരെ പോസ്റ്റ് ചെയ്തില്ലേ? എടി 6 to 9 ആണ് പീക്ക് ടൈം. നീ ഒട്ടും സമയം കളയാതെ അതൊന്നും പെട്ടെന്ന് പോസ്റ്റ് ചെയ്തേ. ശരി. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടില്ലേ, ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ എന്ന്? അതുപോലെ എൻ്റെ ജീവിതത്തിലെ A few moments later. അന്ന് 3 കാര്യങ്ങൾ സംഭവിച്ചു. 1, എല്ലാവരും എന്നെ വല്ലാണ്ട് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കും. ഓരോരുത്തരും നേരം വിളിക്കുമ്പോൾ വയറും കാണിച്ചോണ്ടങ്ങ് ഇറങ്ങും. ഇവളുമാരെ കിട്ടുന്നവരുടെ തലയിൽ എഴുത്ത്, അല്ലാതെ എന്താ പറയാനാ? 2, എൻ്റെ ശരീരത്തോട് ഇത്രയധികം കൺസേൺ എൻ്റെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ പൊന്നു ബ്രോ, ഈ ചേച്ചി എനിക്കറിയാം. എന്റെ ചേട്ടൻ ജസ്റ്റിനാണ് രക്ഷപ്പെട്ടത്. ഇതെങ്ങാനും എന്റെ കുടുംബത്ത് വന്ന് കയറിയായിരുന്നെങ്കിൽ ആലോചിക്കാൻ പറ്റാ പൊന്നെ. ചേച്ചി. പിന്നെയും 3, എൻ്റെ അച്ഛൻ ആദ്യമായി സ്നേഹം പ്രകടിപ്പിച്ചു.
ദിസ് കമ്പനി നിനക്കൊക്കെ പോയി ചത്തൂടി നാട്ടുകാരെ പറയിപ്പിക്കാൻ നടക്കും. എനിക്ക് തരുമോ വയറ് ഈ തള്ള ഏതാ? Hello, this is Dheeraj Nair. Elizabeth അല്ലേ? Hello. Yeah, I saw your photos. They were pretty good. Good notions. ആളുകൾ പലതും പറയും. You keep going, okay? Are you there? പറയൂ. Oh, well, can we meet? ആ കോസ്റ്റ്യൂമിന്റെ ആൾക്കാർ ഇതുവരെ എത്തിയില്ലേ? ഒന്ന് പറഞ്ഞു വിട്. ആ എലിസബത്ത്, കം ഇൻസൈഡ്. സർ, വരൂ. എലിസബത്ത്. Hi, Eliza. Dheeraj Nair. സർ എലിസബത്ത്. Eliza, welcome to the world of fashion. One more, huh? One more. Ah, superb. ഓക്കെ അല്ലേ? May I come in? ഹാ യെസ്. Hey, how was your day? കുറച്ച് ഹെക്ടിക് ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് നൈസ്. Nice. ഇരിക്കെ. എടോ, താനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയോ? ഫ്രം എലി ടു എലിസ. എല്ലാവരും തന്നെ സെലക്ഷൻ ചെയ്തപ്പോൾ I saw your talent. I knew a day would come where we'll be on the same tier. ഓ കം ഓൺ ധീരജ്. Hey, I'm not kidding. I'm serious. I really like you. I think we should have sex. ആദ്യമായിട്ട് എന്നോട് ഒരാളിങ്ങനെ ചോദിക്കുന്നത്.
ധീരജ് ശരിക്കും നോക്കിയോ? ഞാൻ തടിച്ചിട്ടാ, എന്റെ വയറൊക്കെ ചാടിയിട്ടുണ്ട്. പിന്നെ എന്റെ കാല് നോക്കിയേ, ഇവിടെ തൂങ്ങിയിട്ടുണ്ട്. ദേ കണ്ടോ, ഞാൻ കറുത്തിട്ടാ. സോ വാട്ട്? ഇനി എന്നെ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടു. നിന്നോട് എനിക്കുള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്, കമ്മിറ്റ്മെൻ്റ് അല്ല. സോ പ്ലീസ്. ധീരജ് നായർ പറഞ്ഞ പോലെ ഫ്രം എലി ടു എലീസ എന്ന മാറ്റം അതുണ്ടായത് എനിക്കാണ്. അത് തിരിച്ചറിയാൻ എനിക്ക് വേണ്ടി വന്നത് വലിയൊരു യാത്രയാണ്. എൻ്റെ ചുറ്റും ഇന്നും അതേ ആളുകളാണ്, പക്ഷേ ഇന്നവർ എന്നെ ബാധിക്കുന്നില്ല. ഇനി ഒരിക്കലും അവർക്കെന്നെ കരയിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ സന്തോഷത്തിന് താക്കോൽ അത് മറ്റൊരാൾക്കും ഞാൻ കൊടുക്കില്ല. അതെൻ്റെ കയ്യിൽ ഭദ്രമാണ്. റെഡി? വാവ് എലി, സൂപ്പർ. എടി, നിനക്ക് 10 മണിക്കല്ലേ ഇന്റർവ്യൂ? നീ വിട്ടോ? ഓക്കെ. എക്സ്ക്യൂസ് മീ, എലീസ മാം അല്ലേ? യെസ്. ഒരു സെൽഫി എടുത്തോട്ടെ? താങ്ക് യു. എൻ്റെ പേര് എലിസബത്ത് സക്കറിയ. ഐ എം എ പ്രൊഫഷണൽ ബൂദ്വ മോഡൽ. എൻ്റെ പേര് അർജുൻ സുരേഷ്. വയസ്സ് 29, വെയിറ്റ് 38, ഹൈറ്റ് 149. എന്നെ എല്ലാവരും വിളിക്കുന്നത് എല്ലുറിഞ്ചിന്നാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? പക്ഷേ എനിക്ക് ചിരി വരാറില്ല.